അജിത് കുമാറിനെതിരെ നിലപാട് കടുപ്പിച്ച് DGP. PV അൻവറിന്റെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കെട്ടിട നിർമ്മാണം എന്നിവയിൽ. അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ADGPക്കെതിരെ നടപടിയെന്ന് MV ഗോവിന്ദൻ. ഹേമ കമ്മിറ്റിക്കെതിരെ വീണ്ടും വിമർശനവുമായി ഫെഫ്ക. മൊഴിയെടുക്കലിൽ നിന്ന് ഫെഫ്കയെ ഒഴിവാക്കി. WCC ഒഴികെ മറ്റാർക്കും ചോദ്യങ്ങൾ അയച്ചു നൽകിയില്ല. പവർ ഗ്രൂപ്പിനെ കുറിച്ചറിയാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കുമെന്ന് B ഉണ്ണികൃഷ്ണൻ. ഓണാഘോഷത്തിനിടെ വാഹനങ്ങളിൽ വിദ്യാർത്ഥികളുടെ നിയമലംഘന അഭ്യാസം. അപകടയാത്ര വാഹനങ്ങളുടെ മുകളിലും വാതിലുകളിലും ഇരുന്ന്. നിയമം ലംഘിച്ചത് കോഴിക്കോട് ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികൾ. കേസെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സംസ്ഥാനം വിട്ട് മണിപ്പൂർ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഗുവാഹത്തിയിലേക്ക് കടന്നെന്ന സൂചന. മണിപ്പൂരിൽ കനത്ത ജാഗ്രത തുടരുന്നു. സംഘർഷത്തിൽ 30ഓളം പേർ കസ്റ്റഡിയിൽ. കണ്ണീരോർമ്മയായി വയനാട്ടിലെ ജെൻസൺ. അപകടത്തിൽ മരിച്ച ജെൻസന്റെ സംസ്കാരം വൈകിട്ട്. അമ്പലവയൽ ആണ്ടൂരിൽ പൊതുദർശനം. കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊന്ന കേസിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് ഉടുപ്പിയിൽ. മാത്യൂസും ശർമ്മിളയും ഉടുപ്പിയിലുണ്ടെന്ന സംശയം. തെരച്ചിൽ വ്യാപകമാക്കി അന്വേഷണ സംഘം. 71കാരിയെ കൊന്നത് സ്വർണവും പണവും കൈക്കലാക്കാൻ. വാർത്തയിലേക്ക്. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ നിലപാട് കടുപ്പിച്ച DGP. PV അൻവർ MLAയുടെ പരാതിയിൽ വിജിലൻസ് അന്വേഷണവും വേണമെന്ന് ശുപാർശ. ADGP അജിത് കുമാറിന്റെ മൊഴി DGP നേരിട്ട് രേഖപ്പെടുത്താനാണ് സാധ്യത. വിശദാംശങ്ങളുമായി സൂര്യ ചേരുന്നു. സൂര്യ, ഇപ്പോൾ ADGP അജിത് കുമാറിന്